എല്ലാം തിരിച്ചു കിട്ടും. മനോവിഷമം പറിച്ചുകളാ. എല്ലാം എനിക്കൊരു ഉത്സവം പോലെയാണ് പൈതങ്ങളെ. എന്ത് ധൈര്യത്തിലാണാവോ അവിടെ നിന്ന് തുള്ളിക്കൊണ്ട് പറയണേ? ഒരു 100 പുരുഷായസ് കൊണ്ട് തീരാത്തത്ര മനോവിഷമം ഈ ഒറ്റ ജന്മം കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഒരു ഉത്സവം. ഗുണം വരും പൈതങ്ങളെ, ഗുണം വരും. അതെ, ഈശ്വരന്മാർക്ക് വേറെന്താ പണി? അവർക്ക് എന്ത് ഉത്സവല്ലേ. പക്ഷെ മനുഷ്യന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. വെളിച്ചപ്പാട് തൊടിച്ച കുങ്കുമത്തിൽ വരെ ഇപ്പൊ മായ. അധികം നേരം വെച്ചാ പോലും. എന്തു പറ്റും എന്നെ? ഉച്ചക്കലത്തെ വണ്ടിക്ക് ഉണ്ണി ഇങ്ങോട്ട് എത്തേണ്ടതാ. വണ്ടി അങ്ങോട്ട് മംഗലാപുരത്തെത്തി. ഉണ്ണി ഇങ്ങോട്ട് എത്തിയിട്ടില്ല. അതെന്നെ ഒരു വിഷമം. ദേവി പുറപ്പെട്ടിട്ടില്ല. അങ്ങനെയാ കാണണേ. നാളെ പുറപ്പെടും. 5-ാം നാള് ഇങ്ങടെത്തും. കണ്ണടച്ചിരിട്ടാക്കി വിഡിത്തരം പറയല്ലേ. ത്രികാലജ്ഞാനികളായ വെളിച്ചപ്പടന്മാരുണ്ടായിരുന്നു അങ്ങ് ദ്വാപരയുഗത്തിൽ. ഈ കലികാലത്ത് തന്നെ പോലുള്ള വിഡ്ഢിവേഷങ്ങളേ ഉള്ളൂ. ഏട്ടൻ വന്നു. കണ്ണ് കഴച്ചല്ലോ എന്റെ ഉണ്ണി. എന്താ വൈകിയേ? വണ്ടി താമസിച്ചോ? വരൂന്ന് പറഞ്ഞ് നാവെടുത്തേ ഉള്ളൂ. പറിച്ചു നട്ട പോലെയാ ഉണ്ണി എത്തിയേ. ഭഗവതിയാണെന്ന് ഞാൻ നോക്കില്ല. കള്ളത്തനം പറഞ്ഞ ഒറ്റ പൊട്ടിക്ക് ഞാൻ 5 ദിവസം അവത്തര വരാൻ. എന്താ ഉണ്ണി ഇത്? ദേഹത്തൊക്കെ ചോര. അതോ, അതൊരു കൈ സഹായം. വരുന്ന വഴിക്ക് ഒരാളെ ആശുപത്രിയിൽ എത്തിക്കേണ്ടി വന്നു. പട്ടാളത്തിലല്ലേ, ചോര കണ്ട് അറപ്പ് മാറി കാണും. വെളിച്ചപ്പാടാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചോര കണ്ട ഇപ്പോഴും എനിക്ക് തലയിട്ടും. പാവം. എന്താ ഭാസ്കരമാരെ, കൊട്ടൊക്കെ പൊടി പൊടിക്കുന്നില്ലേ? ഓ, ഇത്തവണ എന്റെ ലീവിൽ വരവ് ഒരു ആഘോഷമായി മാറി. ഇത്രയും നല്ലൊരു സ്വീകരണം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. സ്വീകരിച്ചത് ഭഗവതിയാ, അത് മറക്കണ്ട. ആ പ്രസാദം വേണ്ടി വരും. അല്ല, ഞാൻ പിന്നെ വരാം. അമ്മായി, എന്റെ കുട്ടി, നീ ഞങ്ങളെയൊക്കെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. നിന്നെ ഞാൻ എന്നും സ്വപ്നം കാണും. അതുകൊണ്ട് നീ ലീവിൽ വരികയാണെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. മൊത്തം 57 ദിവസം ഞാനിവിടെ ഉണ്ട്. കലക്കണ്ടേ? കലക്കണം. 57 ദിവസവും കലക്കണം. നീ ഇങ്ങനെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. വന്നത് ഭഗവതിയാ. കണ്ണു കോങ്കണ്ണാവും. നീ വാടാ. നീ വന്നത് കാരണം ഈ കുളത്തിനൊരു അനക്കുണ്ടായി. ഇപ്പഴാ വെള്ളം ഒന്ന് ഇളകി. എനിക്കിപ്പോ പഴയ പോലെ നീന്താനും ഒന്നിനും വയ്യ. കിതയ്ക്കും. ഇറങ്ങാ മുങ്ങാ കയറാ തോർത്തുക. അതാ നിന്റെ അമ്മായിയുടെ പാർവതിയും കുളി. ഒരു നനഞ്ഞ മട്ട. നീ ഒന്ന് അടിച്ചു തിമിർത്ത് കുളിക്കടാ. ഞാനൊന്ന് കാണട്ടെ. അമ്മാവനെ കൂടെ ചാണ്. കിതപ്പ് സാരമില്ല. ഞാൻ രാവിലെ ഒരു 6 മുങ്ങി. ഇനി വയ്യ. നല്ല തണുപ്പുണ്ട്. ഉള്ളിട്ട് കത്തിക്കാൻ നീ വിറകൊന്നും കൊടുന്നിട്ടില്ലേ? ഊണിന് മുമ്പ് കത്തിച്ചാ പോരെ? ഇവിടെ ഇരുന്നാ എന്താ കുഴപ്പം? ഗ്ലാസ് ഇതാ ഞാൻ കൊടുന്നിട്ടുണ്ട്. വെള്ളം നമ്മുടെ മുമ്പിലുണ്ട്. സാധനം എവിടെ? ചോദിക്കുന്ന എനിക്കറിയാം. ഉണ്ടാവുന്ന എനിക്കും അറിയാം. ആ ടവലിന്റെ ഉള്ളിലുണ്ട്. അമ്പട കള്ളാ. ഓ എന്റെ അമ്മോ, ഈ മിലിറ്ററിയുടെ ഒരു ഗമ. അകത്തിരുന്ന് കഴിക്കാൻ പാർവതി അവളും സമ്മതിക്കില്ല. പുറത്തിരുന്ന് കഴിക്കാൻ നാട്ടുകാരും സമ്മതിക്കില്ല. അത്രയ്ക്ക് ബഹുമാനാ. പിന്നെ ഇതേ ഉള്ളൊരു വഴി. അമ്മാവാ. ഓ, അപ്പൊ ഇതാണ് ഇവിടെ ഇരുന്ന് പണിയല്ലേ? അയ്യോ അയ്യോ, വെള്ളത്തിലേക്കെന്താ ചാടല്ലേ? അമ്മാവിനെ ഇങ്ങനെ കുടിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ഏട്ടന്? കുടിച്ചാ പിന്നെ ഓരോന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങും. അയ്യോ, പണ്ടിങ്ങനൊന്നും അല്ലല്ലോ. ഇപ്പോഴിങ്ങനെയാ. അമ്മാവനൊന്നും മനസ്സിൽ നിൽക്കൂല. എപ്പോഴാ കരയാന്ന് ദൈവത്തിനെ അറിയൂ. ആ, അത് ശരി. എടി, നിന്റെ മുഖം കണ്ടാ ഞാനാണ് അമ്മാവനെ കുടിപ്പിച്ചെന്ന് തോന്നുമല്ലോ. ഏത് പട്ടാളക്കാരനും ലീവിൽ വരുമ്പോ അല്പം മദ്യം കൊണ്ടുവരണം. അതൊരു നിയമമാ. അതിങ്ങനെ നിലയില്ലാ കയറ്റി ചാടുന്നു ഞാൻ വിചാരിച്ചോ? സന്തോഷം കൊണ്ടല്ലടാ ഉണ്ണി. നിന്നെ കാണുന്ന ഈ വീട്ടിലൊരു നക്ഷത്രം ഉദിച്ചു വരുന്ന പോലെ അല്ലടാ. ഞാൻ നിന്റെ അമ്മാവനല്ലടാ. ഒക്കെയാണ്, സമ്മതിച്ചു. ആദ്യം ഈ കരച്ചിലും നിർത്ത്. എനിക്ക് മക്കള് 2 ഒന്ന് നീ, ഒന്ന് പാർവതി.
നീ നിന്റെ അമ്മായിയെ കണ്ടോ? അവള് വയറ്റിലെ കോണ, ഒരിക്കലും പെറില്ല. ആ. ഞാൻ വല്ലതും വിളിച്ച് പറയും. ഓ, എടാ ഉണ്ണി, വിത്തിട്ടതുകൊണ്ട് മാത്രായോ? അത് മുളയ്ക്കണമെങ്കിൽ ഫലഭൂയിഷ്ടായ മണ്ണും വേണ്ടേ? ഈ വെള്ള തറവാട്ടിൽ അത്തരം മണ്ണില്ല. എന്റെ ഈശ്വര, എനിക്കിനി ജീവിച്ചിരിക്കണ്ട. ഈ മഹാഭാവി പറഞ്ഞത് കേട്ടോ, ഞങ്ങളുടെ ഭൂമിക്ക് ഫലഭൂയിഷ്ഠമല്ല. അമ്മായി, എണീറ്റ് വാ. വിളിച്ചോണ്ട് പോയാ എന്താ അമ്മാവൻ? എന്താ അമ്മായി? ഒന്നും കേക്കണ്ട. അമ്മ എന്താ ഇങ്ങനെ? ഇതൊക്കെ കള്ളിന്റെ പുറത്ത് പറയുന്നല്ലേ, കാര്യമാക്കണ്ട. ദേ വെറുതെ ആവശ്യമില്ലാതെ കരഞ്ഞ് ബഹളം ഉണ്ടാക്കിയ അമ്മാവനാണെന്ന് നോക്കില്ല, നല്ല അലക്ക് വെച്ചിരും കേട്ടോ. ഇതെങ്ങനെ വെള്ളത്തിന്റെ അടിയിലിരുന്ന് അടിച്ചു? എങ്ങനെ സാധിച്ചു? അടി അടി. അമ്മാവനെ കുറച്ച് മോരൊഴിക്കട്ടെ? വേണ്ട, ഇതിന്റെ സുഖം പോവും. ഏട്ടൻ എങ്ങോട്ടാ? ഇന്നലെ ഒരാളെ ആശുപത്രിയിലാക്കില്ലേ, എന്തായെന്ന് നോക്കിട്ട് വരാം. ഒരു സാധു മനുഷ്യൻ. രക്ഷപ്പെടുവോ? രക്ഷപ്പെടണം. അയാൾക്കും ഉണ്ടാവില്ലേ നമ്മളെ പോലെ ചില വികൃതി പിള്ളേര്. ഇത്തവണത്തെ ലീവില് ഞാൻ നിനക്കൊരു കൊച്ചു മേനെ കണ്ടുപിടിക്കും. എന്താ ഒരു കല്യാണമൊക്കെ ആയിക്കൂടെ? വേണ്ട, എനിക്ക് വീട്ടിൽ നിന്ന് പോവാനേ തോന്നുന്നില്ല. അത് വിടെ. അതൊക്കെ ഏത് പെണ്ണുങ്ങളും പറയുന്നതാ. അമ്മായിയുടെ മേനോടെ മുറ്റത്തുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നു? പതിവ് സർക്കസ് തന്നെ. സർക്കസോ? എന്തോന്ന് രാവിലെ കിടന്ന് ഈ വളഞ്ഞു കളിക്കുന്നത്? വേണ്ട, കണ്ണു വെക്കണ്ട. ത്രിപുലാദിറ്റ് തിളപ്പിച്ച വെളിച്ചെണ്ണയും തേച്ച് ഇങ്ങനെ സർക്കസ് കളിക്കുന്നുണ്ടാ വയസ്സ് 56 കഴിഞ്ഞിട്ട് നിന്റെ അമ്മായിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റണത്. അവള് കാഞ്ഞരാ, അതിന് വ്യായാമൊന്നും ആവശ്യമില്ല. അമ്മാവന്റെ നാവില് വികട സരസ്വതിയാണെന്നാ അമ്മായി പറയുന്നത്. അതവള് പറഞ്ഞു നേരാ. ഞങ്ങളുടെ മനപ്പൊരുത്തം തന്നെ ആ വികട സരസ്വതിയുടെ കയ്യിലാ. നീ എവിടക്കാ? ആശുപത്രി വരെ. അയാൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിട്ട് വരാം. പോയി നോക്ക്. മനുഷ്യന്റെ ഒരു ഗതി. അല്ല, ബാറ്ററി ചാർജ് ചെയ്തോ? ആരുടെ? ബൈക്കിന്റെ. അത് ചെയ്തു. പെട്രോൾ ഉണ്ടോ? 5 ലിറ്റർ ഒഴിപ്പിച്ചിട്ടുണ്ട്. അത് സ്റ്റാർട്ടാവോ? ഓ, ചവിട്ടി നോക്ക്. വളയുന്നതും തിരിയുന്നതും കണ്ടാ തോന്നി ഇപ്പം മേനോൻ ഇത് പൊക്കി എടുത്തോണ്ട് ഓടുവന്ന്. മതി മതി, അതിന്റെ കാറ്റ് തട്ടി വീഴണ്ട. അങ്ങോട്ട് മാറി നിക്കേ. മനസമാധാനത്തോട് ഉണ്ണിയാ വണ്ടി എടുത്തോണ്ട് പോയിക്കോട്ടെ. നാണമില്ല. ഡോക്ടർ, യെസ്. ഐ ആം ക്യാപ്റ്റൻ വിജയ് മേനോൻ. ഞാൻ ഇന്നലെ ഒരു പേഷ്യന്റിനെ. ഓ, ആക്സിഡന്റ് കേസല്ലേ? ഹീസ് ഡെഡ്. ഞങ്ങൾക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല. അതിനുമുമ്പ് ആള് പോയി. ഒന്ന് പോയി നോക്കാം. അറിയോ? അറിയോന്ന്? ഈ കത്തുന്നത് ദൈവമാണ് മോനെ, ദൈവം. മോനെങ്ങനെ പരിചയം? ഞാൻ നേരത്തെ അറിയും. ആരൊക്കെയോ എടുത്ത് പെരുമാറിയതാ, അല്ലാതെ ഇങ്ങനെ സംഭവിക്കില്ല. ലോറിക്കാരെ എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത്. പറഞ്ഞിട്ടെന്താ? മരിച്ചുപോയി. ബന്ധുക്കളായിട്ട് ഒരു മോളുണ്ട്. തള്ളക്ക് വീടറിഞ്ഞ മുതൽ ബോധമില്ല. ഡോക്ടറിന് കുത്തിവെച്ചിട്ടുണ്ട്. കത്തിയങ്ങ് പിടിക്കാൻ ഇത്തിരി താമസം ഉണ്ടാവും. കുമാരേട്ടൻ്റെ വാശി തീയോട് നന്നായി കാണിക്കുന്നുണ്ട്. കുമാരേട്ടൻ? ഞാൻ ഈ പേര് എവിടെയോ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആരെ വിളിച്ചിട്ടുണ്ട്? കുമാരേട്ടൻ. എന്തായി?
അയാള് മരിച്ചു. കഷ്ടം. അതും ഒരു യോഗം അല്ലാണ്ട് എന്താ പറയാ. പരിചയമില്ലാത്തത് നന്നായി. അത്രയും കുറച്ച് ദുഃഖിച്ചാൽ മതിയല്ലോ. യുദ്ധത്തിലുള്ള മരണം പോലല്ല സമാധാനത്തിലുള്ള മരണം. അത് വല്ലാതെ മനസ്സ് തട്ടും. നീ ഏട്ടന് കടുപ്പത്തിൽ ചായ ഇട്ട് കൊടുക്ക്, അവനൊന്ന് ഉഷാറാവട്ടെ. അതിനിവിടെ ചായപ്പൊടിയില്ല. എന്നാ കാപ്പി ഇട്ട് കൊടുക്ക്. കാപ്പിപ്പൊടിയില്ല. കാപ്പിയും ചായയും കൊടുത്ത് മാറ്റാൻ എന്റെ കുട്ടിക്ക് ഇപ്പൊ ഒരു ഉഷാറ് കേടുമില്ല. അല്ല, നീ എങ്ങോട്ടാ മോനെ പോന്നത്? ചായ തരാം. ചായയും കാപ്പിയും ഒന്നും വേണ്ട, എനിക്ക് ടൗൺ വരെ ഒന്ന് പോണം കുട്ടിഹസനെ കാണാൻ. ഉമ്മ, അല്ലാവിൻ അലിവാണ് കൽവിന്റെ കനിയാണ് ഏഴാം പകറിലെ പൂവിടണ മോന്റെ ലീവും കാത്തിരിക്കാ കുട്ടിയസൻ വന്നിട്ട് 2 ദിവസമായിരുന്നു. നാട്ടുകാരെ സഹായിക്കാൻ നടക്കാന്നൊക്കെ ഞമ്മൾ അറിഞ്ഞ് പഠിച്ചോനെ അല്ലാന്നും പറഞ്ഞ് കഴിഞ്ഞല്ലോ അതിർത്തിയിലേക്ക് പോയ ആളാണ്. ആയുസോട് തിരിച്ചു വന്നൂല. ഞമ്മള് പഠിച്ചോനെ സമ്മതിച്ചു. കൊല്ലം മുയ്യോൻ ഇങ്ങനെ പേടിച്ച് കഴിയാൻ വയ്യാത്തോണ്ടോ മോനെ ഉമ്മ കുട്ടിയസനെ പട്ടാളത്തിൽ വിടാത്തത്? ഓനിക്ക് വലിയ പൂതിയാണ് ഈ തോക്കൊക്കെ എടുത്ത് ഇങ്ങനെ വെടിവെക്കാനെ കൊണ്ട്. ഇതാരാണ് ഉമ്മ? അതാണ് റുക്കിയ, താഴത്തെ പോരേല് പുതിയ താമസക്കാരാ. ഇവിടെ പാടി, ഇവിടെ വരാന്. എന്തിട്ട് എന്റെ കയ്യിലൊരു പാത്രം? വല്യപ്പ പറഞ്ഞു ഇത്തിരി കോയിന്റെ ചാറ് തരാൻ. അന്റെ വല്യൂപ്പാന്റെ കോഴി വേവൽ ഞമ്മന്റെ അടുക്കളയിലാണെന്ന് എന്നോട് ആരടി പറഞ്ഞത്? ഇത് അകമതിയല്ല മോനെ. കുട്ടിയസന്റെ കൽബെടുത്ത് നമ്മൾ ഓളുടെ കൈ കൊടുത്തിക്കണം. അപ്പൊ പിന്നെ ചട്ടിയിൽ വേവണ കോഴി മുഴുവനും ഓളുടെ അല്ല, ഓക്കെ നിർത്താ പോരെ. ഓൻ കെട്ടു. റുക്കിയ നല്ല കുട്ടിയാണ്. ഓളെ എന്നെക്കാ നന്നായിട്ട് പാടും. കുട്ടിഹസനോടെ പറഞ്ഞ പോലെ കുട്ടിയസന എവിടെ? ഒരു ബ്രേക്ക് നോക്കാൻ പോണത് നമ്മള് കണ്ട്. ബ്രേക്കാ? ഇതേത് സ്ഥലവാ? മാറ്റാത്തൊടി. എന്താ എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല, ഞാനൊന്ന് ബ്രേക്ക് ഇട്ടതാ. നിങ്ങൾ എന്താണ് തൈര് കടയണ? ഇത് തലയാണ്. ഇതാണ് ഞമ്മള് പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് വണ്ടി ഓടിച്ചാൻ ഡ്രൈവിംഗ് മാത്രം പഠിച്ചാ പോരാന്ന്, പിന്നെ നീന്താനും കൂടെ പഠിച്ചണോന്ന്. കുളത്തിലായത് നന്നായി. വല്ല കടലിലോ മറ്റോ ആയിരുന്നെങ്കിൽ. നിസ്കാരവും കഴിഞ്ഞ് ബിരിയാണിയും തിന്ന് പോയതാണ് ബ്രേക്ക് ചവിട്ടാന്. ചവിട്ടേന്റെ കുഴപ്പമില്ല ഉമ്മ, ബ്രേക്ക് പോരാന്നല്ലേ ഇല്ല. ആരോ ഓണടിക്കുന്നുണ്ടല്ല. ഉമ്മ എന്താന്ന് വിചാരിച്ച് ഞാനാ ഹോൺ അടിച്ചത്.